ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലേബറും എക്സ്പീരിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. ഇനിയിപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയിരിക്കും കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. അവർക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും മോളിനീറ്റ് അതേപോലത്തെ പിന്നെ അവൾ ഉറക്കി വന്നിട്ടാണ് ബാക്കി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. അത് ആരെയും പേടിപ്പിക്കാനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവില്ല. അത് ഓഗസ്റ്റ് 8-നായിരുന്നു എൻ്റെ ഡ്യൂ ഡേറ്റ്. അതായത് ഫസ്റ്റ് LMP എന്ന് പറയുന്നത്, ലാസ്റ്റ് LMP എന്ന് പറയുന്നത് 1 നവംബർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 8-നാണ്. എൻ്റെ 2 സ്കാനും വളരെ സ്മൂത്തായിരുന്നു, പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് സ്കാൻ വന്നപ്പോഴാണ് എനിക്ക് ഫ്ലൂയിഡ് അധികമാണെന്നുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ട് മാത്രം എൻ്റെ ഡെലിവറി ഒരു 18 ഡേയ്സ് ബിഫോർ ആയിരുന്നു. എൻ്റെ ഡ്യൂ ഡേറ്റിനേക്കാളും ഒരു 18 ദിവസം മുന്നെയാണ് എനിക്ക് എന്തുണ്ടായത്, എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്കാനിങ്ങിൽ പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും റിവ്യൂവിന് പോകാൻ പറഞ്ഞത് ഒരു 1 വീക്കോ 10 ഡേയ്സിൻ്റെ കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ആ സമയത്ത് ചെന്നിട്ട് എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലായിരുന്നു. പിന്നെ ഡോക്ടർ പെട്ടെന്ന് എനിക്കൊരു 3-4 ഡേയ്സിൻ്റെ ഗ്യാപ്പ് തന്നു. ആ ഗ്യാപ്പിൽ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു, വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അതിനോട് എൻ്റെ അടുത്ത് വന്നു ജോലിയിൽ നിന്നൊക്കെ എന്താ പറയുക ലീവും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഡയറക്റ്റ് വന്ന ഉടനെ ഡോക്ടറിന് കണ്ട ഡയറക്റ്റ് ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഫസ്റ്റാണ്, ഹസ്ബൻഡ് നാട്ടിലില്ല, എനിക്ക് എന്തായതൊന്നും അറിയില്ല. ഇവിടെ നിന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് കളിച്ചൊക്കെ പോയി. അവിടെ ചെന്ന് ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറ്റിയപ്പോൾ ഒരുപാട് ഗർഭിണികളുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഒരു മെഡിസിനോ കാര്യങ്ങളോ വാങ്ങിച്ചിട്ട് തരാൻ വേണ്ടി നമ്മുടെ അടുത്ത് പറഞ്ഞു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ വേണ്ടി വീട്ടുകാരെ കാണാൻ പോയപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല, ആളെ വിളിച്ചിട്ടില്ല. അപ്പം എനിക്ക് ആകെ വിഷമമായി. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് ലേബർ റൂമിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എനിക്ക് ചിരി വരുന്നു കേട്ടോ. ആ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറ്റിയപ്പോൾ എന്താ പറയുക ഒരുപാട് ഗർഭിണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ സംസാരിക്കുന്ന ഞാൻ കുറേ പേരോടൊക്കെ സംസാരിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും എന്നെപ്പോലെ ഫ്ലൂയിഡ് അധികമായിട്ടുള്ളവരായിരുന്നു. ഒരു സെയിം ഞാൻ കാണിക്കുന്ന ഡോക്ടറുടെ പേഷ്യൻസിനൊക്കെ ഫ്ലൂയിഡ് അധികമായിട്ടുള്ളവരായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഡ്യൂ ഡേറ്റ് ഏകദേശം ഒരു ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള ഡേറ്റ് ഉള്ളവരായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡോക്ടർ എന്തായിരുന്നു, ഒരു 10 ഡേയ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളൊരു ലോങ് ലീവ് മീൻസ് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ലോങ് ലീവ് ഒരു 10 ഡേയ്സൊക്കെ ആൾ ലീവായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്നുള്ള പേടികളുണ്ടാ തോന്നുന്നു ഡോക്ടർ ഞങ്ങളെല്ലാം ഡെലിവറി നേരത്തെ ആക്കിയത്. എന്നിട്ട് അതിനുശേഷം അവിടെ പോയ ഉടനെ അവരെല്ലാവരും അവരോടും പറഞ്ഞു യൂറിനൊക്കെ പാസ് ചെയ്തിട്ടിരിക്കാൻ പറഞ്ഞു. ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ PV ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അവരെ ഒരു എന്താ പറയുക സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് ആട്ടോ, അവരെല്ലാവരും ഒന്നിച്ച് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ പേഷ്യൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാവരെയും കൂടി ഒരു സീനിയർ ഡോക്ടറുണ്ട്. ആ ഡോക്ടറാണ് എല്ലാവരുടെയും PV കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്, എക്സാമിൻ ചെയ്യുന്ന ആ ഡോക്ടറാണ്. അപ്പോൾ അവരെല്ലാവരും വന്ന് എല്ലാവരും PV കാര്യങ്ങൾ ചെക്ക് ചെയ്തു. ആ സമയത്ത് എനിക്ക് 2 ഫിംഗർ എങ്ങാണ്ട് ഡയലേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഡോക്ടർ പൊസിഷൻ നോക്കാൻ പറഞ്ഞു. ഇപ്പോൾ പൊസിഷൻ നോക്കി, അപ്പോൾ കറക്റ്റ് പൊസിഷനായിരുന്നു. എനിക്ക് എല്ലാ സ്കാനും കറക്റ്റായിട്ട് വ്യത്യാസം പൊസിഷൻ കറക്റ്റായിരുന്നു. കഴിഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളെല്ലാം കുറച്ച് അത്യാവശ്യം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്തിട്ട് മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. വീട്ടുകാരുടെ അടുത്ത് മെഡിസിനും പിന്നെ വിത്ത് തുണിയും കൂടെ തരാനായിട്ട് പറഞ്ഞു. പുറത്ത് പോയിട്ട് നമ്മളത് പറയണം. നമ്മുടെ മെഡിസിൻ വരുന്ന സമയത്ത് നമ്മളെല്ലാം അവർ കോളിംഗ് ബെല്ലുണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ഇവർ പോയിട്ട് വാങ്ങിക്കും. നമ്മുടെ വീട്ടുകാരായിരുന്നു വാങ്ങിക്കുക ചെയ്യും. അത് വാങ്ങിച്ച് ഈവനിങ് ഒക്കെ ആയപ്പോൾ എനിക്ക് ട്യൂബ് ഇട്ടിട്ട് എനിക്ക് വലിയ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ട്യൂബ് ഇട്ടത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരിങ്ങനെ കെട്ടുമായിരുന്നു. ആ സമയത്ത് എനിക്കൊരു പ്രശ്നം, നടക്കുമ്പോഴൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ട്യൂബ് ഇട്ട ഉടനെ നമ്മൾ ആ ബെഡിൽ നിന്നിട്ട് നമ്മൾ നടന്ന് കുറച്ച്, അപ്പോൾ ആ റൂമിൽ തന്നെ ലേബർ റൂമിൽ തന്നെ കുറച്ച് അപ്പുറത്തേക്ക് നടക്കണമായിരുന്നു. അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ടെൻഷൻ, ഒരു വേദന പോലെ. എല്ലാത്തിനും ഞാൻ ഫസ്റ്റ് പോയി. കാരണം എന്തായാലും ഫസ്റ്റ് നേരിടുക. മറ്റുള്ളവർ കരഞ്ഞ ബഹളം വെച്ച് വരുന്നതൊന്നും നോക്കണ്ട. എൻ്റെ അമ്മ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ പോയി നീ കരയരുത്, ഞങ്ങളൊന്നും കരഞ്ഞിട്ടില്ല, നമ്മുടെ കുടുംബത്തിൽ കരഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ബുദ്ധിയില്ലാത്ത ഞാൻ അത് വിശ്വസിച്ച് അവിടെ പോയി കരഞ്ഞതേയില്ല. അതാണ് മറ്റൊരു സത്യം. അതൊരു കോമഡി. എൻ്റെ ഒരു ലേബർ റൂം എക്സ്പീരിയൻസിൽ ഞാൻ ഡെലിവറിയുടെ കോമഡി ആയിട്ടുള്ളൊരു കാര്യം അതാണ്.
എന്നിട്ട് ഞാൻ ട്യൂബൊക്കെ ഇട്ടതിന് ശേഷം അവർ നമ്മളെ റൂമിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും വീട്ടുകാർ പുറത്തുനിന്ന് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ വീൽ ചെയറിലാണ് കൊണ്ടുപോയത്. വീൽ ചെയർ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി യൂറിൻ പാസ് ചെയ്യാനൊന്നും പ്രശ്നമൊന്നും ഇല്ലാതൊന്നും കുഴപ്പമില്ലാന്ന് പറയുന്നു. യൂറിൻ പാസ് ചെയ്യണോ മോഷൻ പോകണമെങ്കിലൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് റൂമിൽ ചെന്നൊരു 50 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് നല്ലൊരു വേദന വന്നു. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ആദ്യത്തെ ഒരു ഇതായതുകൊണ്ട് എന്താണെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ട്യൂബ് പോകുന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്യൂബ് പോന്നു. അത് കഴിഞ്ഞിട്ട് അവർ വന്ന് പറഞ്ഞു, ഇനി എന്തെങ്കിലും അസ്വസ്ഥതയോ കാര്യങ്ങളോ ഉണ്ട്, ട്യൂബ് പോകുന്നു നമ്മൾ അപ്പുറത്ത് അറിയിക്കുമല്ലോ, അവിടെ നഴ്സിംഗ് റൂമിൽ പോയിട്ട് അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇനി എന്തെങ്കിലും അസ്വസ്ഥതയോ കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ ലേബർ റൂമിൽ ചെല്ലാം, ഞങ്ങൾ വിളിക്കാമെന്നുള്ളതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ 1 hour വന്നിട്ട് കുട്ടിയുടെ എൻ്റെ BP ചെക്ക് ചെയ്യും, അതുപോലെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ അവർ പറഞ്ഞു 5:45 ആകുമ്പോഴേക്കും കുളിച്ച് റെഡി ആയിട്ട് താഴെ ലേബർ റൂമിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ മടിച്ച് തലയിൽ നനച്ചില്ല. ഞാൻ മേലൊക്കെ കഴുകി സാധാരണത്തെ പോലെ ലിപ് ബാമൊക്കെ തേച്ച് അതേപോലെ നമ്മുടെ അലോവേര ജെല്ലൊക്കെ തേച്ച് ലിപ് പൊട്ടൊക്കെ ഇട്ട് പോയി. കമ്മലൊന്നുമില്ല, മുടിയൊക്കെ 2 സൈഡ് ഇങ്ങനെ പിന്നിടാനൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്തിട്ട് ഞാൻ വലിയ സെറ്റപ്പ് ലിപ് പ്രസവിച്ചിട്ട് വരാമെന്ന രീതിയിൽ പോയി. എന്നിട്ട് അവിടെ പോയിട്ട് അവർ ഒരു 5:45 തന്നെ മരുന്ന് വയ്ക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര ബഹളം വെച്ച് കരയും. അപ്പോൾ എനിക്കതത്ര പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. സീരിയസ്ലി പറയാം, എനിക്ക് ഡെലിവറി ടൈമാണെങ്കിലും അതുപോലെ തന്നെ PV ചെയ്തതും ഒന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയതേ ഇല്ല. അങ്ങനെ 5:45 മരുന്ന് വെച്ചിട്ട് തിരിച്ച് അവർ റൂമിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി കുളിച്ചത് കൊണ്ട് പിന്നെ കുളിക്കാനൊന്നുമില്ല, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ വരാൻ പറഞ്ഞു. ഞാൻ എല്ലാം ഫ്രഷായിട്ടാണ് പോയത്, അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല. അങ്ങനെ മരുന്ന് വെച്ച് നമ്മൾ റൂമിലേക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഒരു 2 ദോശ ഒന്ന് തിരിച്ചു കൊടുത്ത് 1 ദോശ ആക്കി അതിന് അരപ്പൊട്ട് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. എനിക്ക് ടെൻഷനായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ, ആകപ്പേടി. അപ്പോൾ തൊട്ട് എനിക്ക് ചെറുതായിട്ട് വേദന വന്നുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി, കുഞ്ഞിതായ വേദന വരാൻ തുടങ്ങി. എന്നിട്ട് 7 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ലേബർ റൂമിൽ ചെല്ലാൻ 7 മണിക്ക് നമ്മൾ ലേബർ റൂമിൽ ചെന്നു. എന്നിട്ട് ഡോക്ടർ 8 മണി 8:30 ആകുമ്പോൾ നമുക്ക് അതിനുള്ളിൽ കയറി പിന്നെ അറിയില്ലല്ലോ. ഡോക്ടർ വന്ന് ഇതേപോലെ വീണ്ടും PVയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം ക്യാനിലിട്ടു, ട്രിപ്പ് ഇട്ടിട്ട് നമ്മുടെ കാര്യങ്ങളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ വീണ്ടും ഡോക്ടേഴ്സ് എല്ലാവരും വിസിറ്റിന് വന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മളൊരു കുറച്ചൊരു റൂമിലാണ്, അവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഒരുപാട് ഗർഭിണികൾ ഉണ്ടായിരുന്നത്. നമ്മളെ കുറച്ച് അപ്പുറത്തെ റൂമിലാണ് ഡെലിവറിയും കാര്യങ്ങളും നടക്കുന്നത്. അവിടെ ഒരു ടേബിളുണ്ട്, അവിടെ കൊണ്ടേ കിടത്തിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സീനിയർ ഡോക്ടറായിരുന്നു. ആൾ എന്ത് ചെയ്തു, വാട്ടർ ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ആ ഡോക്ടറെ അടുത്തൊന്നും ഇത് 3.5 ലിറ്ററാണ് ഈ ഫ്ലൂയിഡാണ് ഈ കിടക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരെന്നെ വീണ്ടും സ്ട്രെച്ചറിലാണ് കൊണ്ടുവരുന്നത്. എനിക്ക് എന്താ അറിയില്ല, ഞാൻ ചോദിക്കണേ എൻ്റെ അടുത്ത്. എനിക്ക് ആകെയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ നെയ്ബറായിട്ടുള്ളൊരു ചേച്ചി അവിടുത്തെ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫായിരുന്നു. ആൾ ഭയങ്കര ഹെൽപ്പായിരുന്നു. എനിക്ക് ഞാൻ ചേച്ചിയോട് ചോദിക്കണേ എന്നെ എങ്ങടാ കൊണ്ടുപോകണേ. അപ്പോൾ ഒന്നുമില്ല ഞാൻ വിചാരിച്ചു ഇവരിങ്ങെങ്ങാനും ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകണോ എന്തോന്നല്ല. കാരണം പുറത്ത് വീട്ടുകാരോട് അവർ പലതും പറയുമല്ലോ, നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ പുറത്ത് വന്നപ്പോഴേക്കും എന്നെ ഡോക്ടർ സ്ട്രെച്ചറിലായി കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ എണീക്കണേയില്ല, ബെഡിൽ എണീക്കുന്നേ ഇല്ല. എനിക്ക് വേദന ഉണ്ടേനും നല്ല അത്യാവശ്യം നല്ല വേദന ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേദന വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞു ഇല്ല മോളെ, ഒന്നും ആയിട്ടില്ല എന്ന് തന്നെ പറയണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വീണ്ടും വന്ന് PV നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളം നല്ലോണം കുടിക്കണം പറഞ്ഞു. പിന്നീട് ഞാൻ ഫുൾ വെള്ളം കൂടി തന്നെ എനിക്ക് ഒരു 2 ബോട്ടിൽ 3 ബോട്ടിൽ 3.5 ബോട്ടിലോളം ഗ്ലൂക്കോസ് കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് ആ ഒരു മെഡിസിൻ കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും വരുന്നില്ല. എനിക്ക് അമ്മക്ക് വിഷമമായി, സങ്കടം വരുന്നു, എന്തൊക്കെ വരുന്നു. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഒന്നും ചെയ്ത് ഞാൻ എനിക്ക് നടക്കുന്നുണ്ട് കേട്ടോ, ഫുൾ ടൈം നടക്കുക. പക്ഷേ എന്നിട്ടും എനിക്കൊന്നും വരുന്നില്ല. എനിക്ക് ആകെ വിഷമമായി. എൻ്റെ കൂടെ ഉള്ളവർ വെറുതെ കിടക്കുന്നവരൊക്കെ ചറപറ പോവുക, പ്രസവിച്ചിട്ട് വരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു നെയ്ബറുണ്ട്, ആ കുട്ടിയുണ്ടായിരുന്നു. അവൾ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അവൾക്ക് നേരെ തിരിച്ചായിരുന്നു. അവൾക്ക് ഫ്ലൂയിഡ് കുറവായിട്ടായിരുന്നു പ്രശ്നം. അവളാണ് ഫസ്റ്റ് അവിടെ പ്രസവിക്കുന്നത്. അവൾക്ക് 8 മന്ത് ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇനിയും ഡെലിവറി ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലൂയിഡ് ഇല്ലാത്തതുകൊണ്ട് ഡ്രൈ ആയതുകൊണ്ട് ഡെലിവറി പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്യായിരുന്നു. പക്ഷേ അവൾക്ക് ബോയ് ബേബി ആയിരുന്നു. ആൾ 2 കിലോ ഉള്ളതുകൊണ്ട് മാത്രം അവർക്ക് NICUലോ കാര്യങ്ങളൊന്നും കിടക്കേണ്ടി വന്നില്ല ഭാഗ്യത്തിന്. അങ്ങനെ അവളുടെ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് അവൾ പറഞ്ഞു ചേച്ചി അത്ര പേടിക്കാനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട്
ഒരു ഈവനിങ് ഒക്കെ ആയിട്ടും എനിക്കൊന്നും വരുന്നില്ല. എനിക്ക് വിശക്കാൻ തുടങ്ങിയ എനിക്ക് വിശക്കുന്നുണ്ട്. അവരാകെ നമുക്ക് തരിക ഒരു ജ്യൂസാണ് അവിടെ തരുന്നത്, ഒരു മാംഗോ ജ്യൂസ് പോലെ ഒരു ജ്യൂസാണ് തന്നത്. അത് മാത്രമേ കുടിച്ചുള്ളൂ. എനിക്കറിയില്ല, എനിക്കാകെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് സിവിയറായിട്ടുള്ള കഫക്കെട്ട്, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. എന്താ രുചി പോലും അറിയാത്ത അവസ്ഥയായിരുന്നു ഭക്ഷണത്തിൻ്റെ. അതുകൊണ്ട് എനിക്ക് ജ്യൂസ് തന്നപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച ജ്യൂസ് തന്നെ ഞാനത് കുടിച്ചു. എനിക്ക് വിശന്നിട്ട് ഞാൻ നേഴ്സിനോട് പറഞ്ഞു എനിക്ക് വിശക്കണു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും മൈൻഡ് ചെയ്യില്ല. നടക്കാൻ പറയുന്നത് നല്ലോണം നടന്നപ്പോൾ ഫ്ലൂയിഡ് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാർ വന്ന് അവർ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നില്ല. എന്നെ ജസ്റ്റ് ഞാനൊന്ന് പുറത്തേക്ക് നിന്നാണ് അവിടെ വരെ പോയിട്ട് വരട്ടെ. അത് അവിടെ കൂടെ നടന്നിട്ട് പറ്റിയായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ ചോദിച്ച് ക്യാനിലൊക്കെ കഴിച്ചിട്ട് അവരെന്നെ പുറത്തേക്ക് കൊണ്ടു. അപ്പോൾ ഒരു ചെയ്തിട്ട് അനുഷയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പ്രസവിച്ച് കണ്ടിരുന്നെങ്കിൽ ഞാൻ വീൽ ചെയറിൽ ഇങ്ങനെ വരുന്നു, ചിരിച്ചിട്ടൊക്കെ വന്നിട്ട് അമ്മയെ കണ്ടപ്പോൾ അമ്മ എനിക്ക് വേദനിക്കുന്ന അമ്മ പറഞ്ഞു. ഞാൻ കരഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഇല്ല വിഷമിക്കേണ്ട, ഡോക്ടർ എല്ലാം പറഞ്ഞു ഇവിടെ കുട്ടി ഇറങ്ങി കുറച്ച് നേരം കൊണ്ട് ഡോക്ടർ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഇതിനകത്തൊന്നും അറിയില്ല. അതുകൊണ്ട് പണ്ട് അനുശ്വര ഫ്ലൂയിഡ് വാട്ടർ ബ്രേക്ക് ചെയ്ത് അവൾക്ക് വേദന വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഡോക്ടർ അവരുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ എനിക്കിതൊന്നും അറിയില്ല. അങ്ങനെ കഴിഞ്ഞ് ലാസ്റ്റ് എന്താ പറയുക ഒരു 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ ഞങ്ങളൊരു 10-15 ആളുണ്ടായിരുന്നു. അതിലൊരു 8 ആളോളം നോർമൽ ഡെലിവറി കഴിഞ്ഞ് പോയി. 2-3 പേര് ഒട്ടും പറ്റാത്തതുകൊണ്ട് അവർ ഓപ്പറേഷൻ കൊണ്ടുപോയി. എനിക്ക് ടെൻഷൻ ആകുന്നു. ഞങ്ങൾ ബാക്കി 3 ആളുകളെ, ബാക്കി എല്ലാവരും ഞങ്ങൾ എന്നിട്ട് 3 ബെഡൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് ഞങ്ങൾ 3 ബെഡിലാക്കിയിട്ട് അപ്പോൾ അടുത്തുള്ള കുട്ടികളൊക്കെ കരയാം, ഭയങ്കര വേദന. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മോശം പോകാൻ പോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ കുട്ടി ഇറങ്ങി വരാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു ബെഡ് കിടത്തിയിട്ട് ഒരു ഓക്സിജൻ മാസ്ക് വന്നിട്ട് പറഞ്ഞു നമ്മൾ നന്നായിട്ട് വലിച്ചു വിട്ടാൽ മതി പറഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഡൈലേഷൻ ഉണ്ടാകാനല്ലെങ്കിൽ ഇത് പ്രസവം നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വലിച്ചു. കുറച്ചപ്പോൾ ഞാൻ ഫ്രീസായി. അപ്പം ഡോക്ടർ അവിടെ നേഴ്സിനൊരു ചേച്ചി ഞാൻ ഫ്രീസായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നു. അത് ശരി കുറച്ചൊരു മോൾ അവിടെ വെച്ചു പറഞ്ഞു. അവരാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് ഒരു അത്യാവശ്യം കുറച്ച് പ്രായമായ ഒരു നേഴ്സാണ് കേട്ടോ. നല്ലൊരു നേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ സ്റ്റാഫും അത്യാവശ്യം നല്ല സ്റ്റാഫായിരുന്നു. എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. എല്ലാവരും നല്ല കെയറായിരുന്നു. കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്താണ്. അതായത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ നോക്കണം, എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഒട്ടും പറ്റില്ല ചേച്ചി, ഞാൻ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് കിടക്കട്ടെ ചേച്ചി, എൻ്റെ അടുത്ത് വന്നിരിക്കുക പറഞ്ഞിട്ട് എൻ്റെ വയറിൽ കൈവച്ചിരിക്കണം. ചേച്ചി എൻ്റെ വയറിൽ കഴിച്ച് ആ ചേച്ചി ഉറങ്ങി, ഞാനും കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ എനിക്ക് പറ്റില്ല. പറഞ്ഞു എനിക്ക് വേദന എടുക്കേണ്ട ചേച്ചി പറഞ്ഞു. അവരിടയ്ക്കിടയ്ക്ക് എന്നെ PV ചെയ്യിക്കണം. മോളിപ്പോൾ പ്രസവിക്കും, 10 മിനിറ്റ് പ്രസവിക്കും, 15 മിനിറ്റ് പ്രസവിക്കും, മോള് വിഷമിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ PV നോക്കിയിട്ട് കാര്യമില്ല, മോൾക്ക് തന്നെയാണ് പ്രശ്നം, വിഷമിക്കേണ്ട മോളെ, ഇപ്പോൾ ഡെലിവറി നടക്കും, പേടിക്കേണ്ട മോളെ, എന്താണ് പ്രസവിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം എന്നാലും ചേച്ചി പ്ലീസ് ചേച്ചി, ഞാൻ എൻ്റെ അമ്മയെ പോലെ കാണാൻ ചേച്ചി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിപ്പിക്കുക, വാക്കുമില്ലേ അത് അങ്ങനെ വലിച്ചിട്ടെങ്കിലും എന്നെ ഒന്ന് പ്രസവിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. അപ്പം ചേച്ചിനോട് മോൾക്ക് ഇങ്ങനെ ഇതൊക്കെ അറിയാം, മോള് സ്റ്റുഡൻ്റാണ്, മെഡിക്കൽ ഫീൽഡാണ് വെച്ചപ്പോൾ അല്ല ഞാനിത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തിയോ സിസ്റ്റർ അങ്ങനെ ആരോ ഇവിടെ ഇങ്ങനെ ഡെലിവറി നടന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു. ഇല്ല മോളെ ഡെലിവറി നടക്കും, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും 5 മണിയൊക്കെ ആയപ്പോൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറി കൈയൊക്കെ വാഷ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് വിഷമം. ഞാൻ ആകെ വിഷമിച്ചിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ചേച്ചി എന്താ പോണേ, പക്ഷെ ചോദിക്കാനൊന്നും പറ്റില്ല. ഞാനിങ്ങനെ വയ്യാതെ ഒട്ടും ഞാനിത് വലിച്ച് എൻ്റെ ആ സംഭവം തീർന്നു പോയി. പിന്നീടാണ് ഞാൻ അറിയണതെന്ന് വെച്ചാൽ നമ്മുടെ പെയിൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എപ്പിഡ്യൂറൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സംഭവമാണ്. പക്ഷെ അത് വെറും വേസ്റ്റാണ്. അതുകൊണ്ട് ഒരു ഗുണമില്ല കേട്ടോ. ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗുണമില്ല. വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിരുന്നു, കുട്ടിക്ക് നല്ല പെയിൻ ഉണ്ട്, അതുകൊണ്ട് നമുക്കത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. 2000-2500 എങ്ങാണ്ടാണ് അതിൻ്റെ ചാർജ്. ചെറിയ ചാർജൊക്കെ ഉള്ളൂ, പക്ഷെ എന്നാലും അത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ ഫ്രീസ് ആവുന്നിട്ടാണ് നമുക്ക് ഈ പെയിൻ നന്നായിട്ട് അറിയാൻ പറ്റും. പെയിൻ നമുക്ക് ഒരു കുറവുമില്ല ആ സംഭവം ഉപയോഗിച്ചിട്ട്. എനിക്കിതൊന്നും അറിയില്ല, ഞാൻ വലിക്കുകയാണ്. ഇത് വലിച്ചാൽ ഇപ്പം പ്രസവം നടക്കുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ. എന്നിട്ട് പിന്നെ ആ ഡോക്ടർ വന്നു, പിന്നെ നേഴ്സ് വന്നു. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ട് എന്താ പറയുക വേദനിക്കുന്നുണ്ടല്ലോ, കുഴപ്പമില്ലാണ്ട് നോക്കിയപ്പോഴേക്കും കുട്ടി ഏകദേശം പുറത്തിറങ്ങാൻ തുടങ്ങി. അപ്പോൾ അവരിപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് വന്നു. ഉടനെ ഇപ്പോൾ ഡോക്ടർ വന്നു. ഒരു ക്ലീനിങ് സ്റ്റാഫുണ്ട്, അവർ എൻ്റെ അത്ര പോലും ഇല്ല കേട്ടോ, ഹൈറ്റ് വെയിറ്റ് ഒന്നും. അവരാ നമ്മൾ കിടക്കുന്ന ടേബിളിൻ്റെ മുകളിൽ കയറിയെന്ന് എന്നെ പൊക്കി അവരെ മടിയിൽ വെച്ചിട്ട് ഒരു പുഷ് ചെയ്തിൻ്റെ അടുത്ത് പുഷ് പറഞ്ഞു. എനിക്ക് പുഷ് ചെയ്യാൻ അറിയേണ്ടത് ആദ്യം ഒന്നാമത് വയ്യ, അതിനിടയിൽ പുഷ് പറയുന്നു. ഞാൻ
പുഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പറയണേ സൗണ്ട് ഇല്ലാത്ത പുഷ് ചെയ്യുമ്പോൾ എനിക്ക് പുഷ് ചെയ്യാനേ അറിയില്ല, അതിൻ്റെ ശേഷം സൗണ്ട് ഇടാം. അപ്പോൾ ഞാനിങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ തല പൊക്കി അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് തല കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ആശ്വാസമായി. പക്ഷെ പകുതി കൂടി വരാല്ലേ, പകുതി വന്നു വീണ്ടും ഒരു പുഷ് ചെയ്തിട്ട് അവരിങ്ങനെ ആക്കിയപ്പോൾ ഞാൻ ആശ്വാസത്തിൽ നിന്ന് ഇടകറിട്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്ത് കുട്ടിയാന്ന്. അപ്പോൾ അതൊക്കെ ഡോക്ടർ അതിൽ അയ്യോ എന്താ കുട്ടിയുടെ ആംബ്ലിക്ക്, അതായത് നമ്മുടെ പൊക്കിൾക്കൊടി ഇവിടെ ഇങ്ങനെ കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അയ്യോ പൊക്കിൾക്കൊടി എന്നൊക്കെ പറയണത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് അനുഷ ഗേൾ ബേബി ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതാണ് സത്യത്തിൽ എൻ്റെ എക്സ്പ്രഷൻ. ഒരു സന്തോഷവും സങ്കടവും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഏതാ പറയണമെന്ന് അറിയില്ല. പക്ഷെ ഗേൾ ബേബിയാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്താന്നില്ലാത്ത സന്തോഷം. പിന്നെ എനിക്ക് ഒന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അതായത് എൻ്റെ മൈൻഡിൽ തോന്നിയെന്ന് എനിക്കങ്ങനെ എന്താ പറയുക സഡൻലി കുട്ടീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവർ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. സുന്ദരി മോളാന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് പിന്നെ ഒന്ന് നോക്കി ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എനിക്ക് പയ്യ അർത്ഥത്തിൽ. പിന്നെ അവർ സ്റ്റിച്ച് ഇടുകയാണ്. അപ്പം എനിക്ക് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു, അകത്ത് സ്റ്റിച്ച് ഉണ്ടായിരുന്നു, പുറത്ത് സ്റ്റിച്ച്. അപ്പോൾ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഞാൻ ചോദിച്ചു വേദനയും ചോദിച്ചു. അപ്പോൾ ഇല്ല ഇഞ്ചക്ഷൻ വെക്കണം. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോയിട്ടോ. അത് സത്യനെ അറിഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു മുള്ളു കുത്തണ പോലെ നമ്മളെ കളിക്കുമ്പോൾ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തൂല, അതുപോലെ എനിക്ക് തോന്നിയിട്ടു. പക്ഷേ എനിക്കറിയില്ല സെക്കൻഡ് ഡെലിവറി ടൈമിൽ ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ അവരതെടുത്തു. അവരൊന്ന് വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്നുള്ള രീതിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വലിയ പ്രശ്നം. പക്ഷേ ഇങ്ങനെ സ്റ്റിച്ച് ഇടുന്നതൊക്കെ നമ്മൾ ഏകദേശം അറിയില്ലായിരുന്നു. പെയിനൊന്നും ഇല്ലെങ്കിൽ പോലും, പെയിൻ ഇല്ല എന്നല്ല, ചെറിയ പെയിനുണ്ട്, പക്ഷേ ഇങ്ങനെ അറിയുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞ എപ്പോഴാണെന്നറിയോ, 5:45 തുടങ്ങിയ പെയിൻ അവസാനം 5:40 എൻ്റെ പ്രസവം കഴിഞ്ഞു. ഞാൻ ആകെ ചോദിച്ചത് എന്താണെന്നറിയോ, എൻ്റെ കുഞ്ഞ് കരഞ്ഞോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി ടൈം ഏതാണെന്ന് മാത്രമേ ഞാൻ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടറോടല്ല, അവിടെയുള്ള സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചത്. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എന്നിട്ട് പിന്നെ അവർ ഇട്ടു. സ്റ്റിച്ച് ഇടുമ്പോൾ എനിക്ക് നന്നായി ബ്ലീഡിങ്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നേഴ്സ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിലൂടെ എനിക്കറിയാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്ലഡ് പോകണം. അവരെ കണ്ണാടി ഞാൻ എൻ്റെ ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിലെനിക്ക് പേടി. അവരെൻ്റെ വയറൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. പക്ഷെ ബ്ലീഡിങ്ങായി പ്രശ്നമായി കൂടുതലായിട്ട് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ഡോക്ടർ ഇല്ല കുഴപ്പമില്ല, അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം. എനിക്ക് വെച്ചാൽ ഇത്രയും വേദന തയ്ച്ച് പ്രസവിക്കുകയും ചെയ്തു, ഇനി എന്തെങ്കിലും വേറെ വലിയ കോംപ്ലിക്കേഷൻ വരുമെന്നുള്ള ആകെ എനിക്ക് ടെൻഷനായി. പിന്നെ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കിടത്തിയിട്ട് നമ്മുടെ പുറത്തേക്ക് നമ്മുടെ വീട്ടുകാരെ കളിക്കാൻ പോകും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരെയും കണ്ടു, ചിരിച്ച് കളിച്ച് ഹസ്ബൻഡിനെയൊക്കെ കണ്ടു. അപ്പോൾ ഹസ്ബൻഡിനെ എന്നെ കണ്ടത് എൻ്റെ മുടിയൊക്കെ പിന്നിട്ട് കണ്ടിട്ട് ആൾക്ക് ഭയങ്കര ചിരിയൊക്കെ വന്നു. അപ്പോൾ ആ സമയത്ത് ആൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നുണ്ടോ, ഞങ്ങൾ രണ്ടാളും കാണാൻ പറ്റാത്ത വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മദറിൻ്റെ ഒരു കാര്യം ചോദിച്ചിട്ടു. എനിക്ക് എന്നാ പറയുക, എൻ്റെ ഡെലിവറി ടൈം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എടുത്തോന്നത് എനിക്കത് മാത്രം. അമ്മ എന്നോട് ചോദിച്ചത് സന്തോഷമായില്ലായിരുന്നു. കാരണം എനിക്കൊരു ഗേൾ ബേബി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെന്നെ കിട്ടിയപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അമ്മേനോട് ചോദിച്ചപ്പോൾ എനിക്കത് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നിയിട്ട് അമ്മേനോട് ചോദിച്ചു സന്തോഷമായില്ലേ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ പുറത്ത് നടക്കുന്നത് എനിക്ക് എന്തായതാണെന്ന് അറിയില്ല. എൻ്റെ മാമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും മാമ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു. അപ്പം അങ്ങനെ പലർക്കും വന്നവർക്ക് കാണാൻ പറ്റില്ല, എന്നെ കാണാൻ പറ്റില്ല, കുറച്ച് പേർക്ക് അങ്ങനെയൊക്കെ. പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് 3 മണിക്കൂർ ഒബ്സർവേഷൻ ഇരിക്കും. 3 മണിക്കൂർ ഒബ്സർവേഷൻ ഇരിക്കുന്ന സമയത്ത് കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് നിപ്പിൾ കുറവായിരുന്നു. അപ്പോൾ അവൾ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഫീഡ് അവളിങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ കുട്ടി ഉറങ്ങിയാണ്. അപ്പം എന്നാൽ ശരി, കുട്ടീനെ അവിടേക്ക് കൊടുക്കട്ടെ വെച്ചിട്ടുണ്ട്. ഞാൻ ബുദ്ധുസാന്നും പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കൊടുന്നേരായിരുന്നു. അപ്പോഴേക്കും അവൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് വേറെ 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക്. അപ്പോൾ അവരൊരു കുട്ടിയോട് പറഞ്ഞു മൂത്രം ഒഴിച്ചിട്ട് തോന്നുന്നു കുട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവരെന്നാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കുട്ടീനെ കൊണ്ടുപോയി. പക്ഷേ ഇവർ പുറത്തുനിന്ന് കുട്ടീനെ റൂമിൽ കൊണ്ടുപോയിട്ട് പിന്നീട് ഇവർ ഇങ്ങോട്ട് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ നേഴ്സിനോട് പറഞ്ഞിട്ട് ചേച്ചി എനിക്ക് വിശക്കുന്നുണ്ട് എന്നിട്ട് അവരാകെ തന്നിട്ട് ജ്യൂസ് മാത്രം. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസോ ചായ എന്താ വേണിച്ചത് മാത്രം, വേറെ ഒന്നുമില്ല. അതായത് മൈൽഡായിട്ട് ലിക്വിഡായിട്ടുള്ള ഭക്ഷണമാണ് ആ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഡെലിവറി കഴിഞ്ഞ് സഡൻലി കേട്ടോ, ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് കിട്ടുന്നത് മാത്രം. അതായത് ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞ് വീട്ടുകാരെ കണ്ട് അവർ നമുക്ക് ഡ്രസ്സും നമുക്ക് ഉടുക്കാനുള്ള ചുറ്റാനുള്ള തുണി തരും. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതും ഇവിടെയാണ് തരുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ഈ ജ്യൂസ് മാത്രം കുടിച്ച് എനിക്ക് വിശപ്പുണ്ട്, എന്നെ ഒന്ന് റൂമിൽ കൊണ്ടുപോകാൻ നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇല്ലല്ലോ 3 മണിക്കൂർ അത് വിടാൻ പറ്റില്ല, നല്ല നേഴ്സുമാരും കാര്യങ്ങൾ. എന്നിട്ട് ഇല്ല മോളെ പറ്റില്ല അതെന്നെ പറയണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കടിച്ച് ഇതാക്കിയത്. അപ്പോഴേക്കും അവരെന്നോട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ 3 പേര് മാത്രം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താ വേഗം അടുത്തതും കൊണ്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത്യാവശ്യം നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. എന്നിട്ട് പിന്നെ ഒരു എന്താ പറയുക, എൻ്റെ അടുത്ത് വന്നു പുറത്ത് ഒരാൾ കാണാൻ വന്നിട്ട് ഒരു അമ്മ, ആ അമ്മയ്ക്ക് കാണണം, മനുഷ്യനെ കാണണം എന്ന് പറയുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ശരി പോകാറപ്പോൾ ഇല്ല, ആയിട്ടുള്ള കുറച്ചുകൂടെ കഴിയുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് അമ്മമ്മയായിരുന്നു. അപ്പോൾ അമ്മമ്മ എന്നെ കണ്ടിട്ട് പോവാന്നുള്ള രീതിക്ക് നിൽക്കുമായിരുന്നു. പക്ഷേ പറ്റിയില്ല, അമ്മമ്മയ്ക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. അവർ വേറെ കസിൻ്റെ കൂടെ വന്നു. അപ്പം അവർക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല എന്നെ. അമ്മമ്മ അങ്ങനെ വേഗം പോയി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞൊരു 8:30 ആയപ്പോഴേക്കും എന്നെ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി. അങ്ങനെ എന്താ പറയുക, സേഫായിട്ട് മോളെ കണ്ടു. അപ്പോഴാണ് എല്ലാവരും കാണും, ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത്. ചോളം ഫോർ മീ എൻ്റെ ലേബർ റൂം എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുറത്ത് അതായത് കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഡെലിവറിക്ക്. പക്ഷേ അവിടെ നിന്നുള്ള ആ ശബ്ദങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തില്ല, ഞാൻ കേൾക്കാനേ പോലും, ശ്രദ്ധിക്കാനേ പോയില്ല. മരുന്ന് വയ്ക്കുന്ന സമയത്ത് പലരും കരയുണ്ടായിരുന്നു, ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ചെവി പൊത്തിയിരുന്നായിരുന്നു. പല കാര്യങ്ങൾ നടക്കുമ്പോഴും ഞാൻ ചെവി പൊത്തിയിരുന്നു. അല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടെൻഷനായിപ്പോവും നമ്മൾ. പിന്നെ അത് അതിനേക്കാളും കോംപ്ലിക്കേഷനാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല. അവരിടയ്ക്കിടയ്ക്ക് നമ്മൾ ഹാർട്ട് ബീറ്റൊക്കെ നോക്കുകയല്ലേ, അപ്പോൾ നമ്മൾ ടെൻഷനായി നമ്മൾ BP ഷുഗറൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഷുഗർ ഇല്ലെങ്കിൽ BP അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ടെൻഷനായി കഴിഞ്ഞാൽ ചിലപ്പോൾ BP കൂടെ അതിനേക്കാളും പ്രശ്നം. അതുകൊണ്ട് ഞാൻ പുറത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതില്ല, ഞാൻ മൈൻഡ് ചെയ്യാനേ പോയില്ല. പിന്നെ അത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നമൊന്നും മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കാമായിട്ടിരിക്കുക, ചില കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ കുറച്ച് കാമായിട്ടിരുന്നാൽ നമുക്ക് സ്മൂത്തായിട്ട് നമ്മൾ ഡെലിവറി നടക്കും. പിന്നെ ഞാൻ ആ സമയത്ത് കുറേയൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ബ്രീത്തിങ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അത്യാവശ്യം നന്നായി യൂസ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് നേരം കണ്ണടച്ചൊക്കെ ഒന്ന് കടന്നു. നന്നായിട്ട് ഉറങ്ങാന്നിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ കണ്ണടച്ച് പീസ്ഫുള്ളായിട്ട് കുറേ നേരം കിടക്കാൻ പറ്റി. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ട്യൂബ് ഇട്ടിട്ട് തന്നെയാണ് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് എന്താ ബ്ലീഡിങ് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ സമയത്ത് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെയാണ് യൂറിൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം തന്നെ അത് എടുത്തു. അതുകൊണ്ട് ഭയങ്കര ഒരു വലിയ കാര്യം. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരുണ്ടെങ്കിൽ, ഇത്തരം വീഡിയോസോ കാര്യങ്ങളോ സെർച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. നോർമൽ ആയിക്കോട്ടെ, സി-സെക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ ഡെലിവറി ആയിക്കോട്ടെ, എല്ലാതും നമുക്ക് നന്നായി നേരിടാൻ പറ്റും. എന്നെക്കൊണ്ട് ഇത് സാധിക്കും, മറ്റൊരാളുടെ അല്ല, എൻ്റെ നിന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ കുഞ്ഞ് 540 ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അത്യാവശ്യം നന്നായി ടൈം എടുത്തു. അതായത് 12 മണിക്കൂറോളം ഞാൻ പെയിൻ സഹിച്ചിട്ടാണ് എൻ്റെ ഡെലിവറി നടന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതിലും ഞാൻ അത്രയും വർക്കിംഗ് ആയിരുന്നു. ഡെലിവറി നടക്കുന്നതിൻ്റെ 1 വീക്ക് വരെ ഞാൻ എന്ത് ചെയ്തത്, ഫുൾ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തു. ഞാൻ 15 മിനിറ്റ് ഓളം നടന്നിട്ട്, അതായത് 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നത്. രാത്രി 2 നേരം നടക്കുമായിരുന്നു. എന്നിട്ട് പോലും ഇങ്ങനെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്തും കാര്യങ്ങളും അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായി ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായി വെള്ളം കുടിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.